السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു മഹാഭാഗ്യമായി ഇവിടെ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ദാറുൽ അർക്കം എന്ന മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ പുതിയൊരു കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാമിൽ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെയേറെ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു ഇവിടെ കഴിഞ്ഞുപോയ ഓരോ സെഷനുകളും. റഹ്മാനായ റബ്ബിൻ്റെ വിശുദ്ധ ഖുർആൻ അത് ലോകത്തിൻ്റെ മുമ്പിൽ എത്രായിരം കോപ്പികൾ ഇനി ചുട്ടുകരിക്കപ്പെട്ടാലും ജനമനസ്സുകളിൽ അത് എന്നെന്നും നിലനിർത്തുന്ന ഒരു മുഅ്ജിസത്ത്, ഒരു അത്ഭുതകരമായ കാര്യം അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആ നിലക്ക് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന അതിൻ്റെ പദങ്ങൾ മനഃപ്പാഠമാക്കുക മാത്രമല്ല, ആശയങ്ങളെ വളരെ വ്യക്തമായി പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മഹത്തായ സംരംഭമാണ് ഇവിടെ ദാറുൽ അർക്കം എന്ന പേരിൽ 3 ക്യാമ്പസുകളിലായി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തഹ്ഫീദുൽ ഖുർആനിന് വേണ്ടി ഒരു ക്യാമ്പസ്, ലേഡീസ് ക്യാമ്പസ് എന്ന പേരിൽ മുട്ടപ്പല്ലത്തുള്ള ഒരു ക്യാമ്പസ്, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ ഒറ്റൂർ എന്ന പ്രദേശത്ത് നിലനിൽക്കുന്ന ദാറുൽ അർക്കമിൻ്റെ പുതിയ കെട്ടിടം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. ദാറുൽ അർക്കം എന്ന് പറയുന്ന പേര് എന്തായിരുന്നു ചരിത്രത്തിലെ അതിൻ്റെ ഒരു വലിയ ദൗത്യം? ഇന്നിപ്പോൾ ആളുകളെല്ലാവരും 4 ആൾ കൂടുന്നിടത്തൊക്കെ ഓരോരുത്തരും പങ്കുവെക്കുന്നത് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളാണ്. എവിടെ നോക്കിയാലും 4 ആൾ കൂടുന്നിടത്ത് എല്ലാവർക്കും ഖേദപ്രകടനങ്ങളാണ്, ആശങ്കകൾ കൈമാറുകയാണ്. എന്തു പറ്റി ഈ ലോകത്തിന്? എന്തായിപ്പോയി നമ്മുടെ സമൂഹം ഇങ്ങനെ? എന്തായി നമ്മുടെ രാജ്യം ഇങ്ങനെ എന്ന് പറയാത്ത, അടക്കം പറയാത്ത ഏത് സദസ്സുകളാണിന്ന് ഉള്ളത്? വിശ്വാസപരമായി വളരെ അധപ്പതിച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ മുഴുവൻ ശക്തിയിലും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതേപോലെ തന്നെ വേശ്യാവൃത്തിയും അഭിസാരികമാരുടെ വളർച്ചയും
വ്യഭിചാരത്തിൻ്റെ വളർച്ചയുമൊക്കെ അനുസ്യൂതം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരിയും അതുപോലെയുള്ള കൊള്ളകളും കലാപങ്ങളും ഒരു വശത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ആളുകളെ പിടിച്ച് അകത്തിട്ട് അവരൊന്ന് പുറത്തേക്കിറങ്ങിയാൽ മീഡിയകളോട് പോലും വെല്ലുവിളിയുടെ സ്വരത്തിൽ അവർ പറയുന്നത്, എനിക്കവസരം കിട്ടിയാൽ ഇനിയും ഞാൻ കൊന്നുകളയും എന്ന് പറയാൻ മാത്രം ധൈര്യമുള്ള ചെന്താമരകൾ ഇവിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഇവിടെ ജയിലിൽ നിന്ന് വരെ ചാട്ടം നടത്തിയ ഗോവിന്ദച്ചാമിമാര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കും നമ്മൾ ഈ നാട്ടിൽ? ഇനി എന്താണൊരു വഴിയെന്ന് അടക്കം പറയുന്ന, പ്രയാസപ്പെടുന്ന, അതിൻ്റെ പേരിൽ വല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ പറഞ്ഞ് വേദനിക്കേണ്ടവരാണോ ഞാനും നിങ്ങളും? പരിഹാരമുണ്ടാവില്ല ഏതു പ്രശ്നത്തിനും. അതേ, ഞാൻ നിങ്ങളെ മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഭൂജാതനായി അവിടുന്ന് 40-ാമത്തെ വയസ്സിൽ അവിടുന്ന് നബിയായതിൻ്റെ ശേഷമുണ്ടായ ഒരു കാലഘട്ടത്തിൻ്റെ നേർചിത്രത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെയും ഉണ്ടായിരുന്നു ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, തെമ്മാടിത്തങ്ങളുണ്ടോ, പുതിയ ടെക്നോളജിയിൽ അതൊക്കെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പഴയ പുരാതനമായ വെർഷനുകൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഈ കാലത്താണ് ഇതൊക്കെ ഉള്ളത്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ മുഴുവനും ആ കാലഘട്ടത്തിലുമുണ്ട്. ആ കാലഘട്ടം അറിയപ്പെട്ടത് ജാഹിലിയ്യ കാലഘട്ടമെന്നാണ്, ഇരുണ്ട കാലഘട്ടം. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അവിടുത്തെ ദഅവത്ത് ആരംഭിച്ച ഒരു കാലഘട്ടം. ഇപ്പറഞ്ഞ എല്ലാ രൂപത്തിലുമുള്ള തോന്നിവാസങ്ങൾ നടമാടിയിരുന്ന കാലം. ഒരു 3 കാര്യങ്ങളില്ലെങ്കിൽ ആണായിട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, മരിക്കുന്നതാണ് ഭേദമെന്ന് അറബി കവിതയിൽ കൃത്യമായി രേഖപ്പെടുത്തി ആ കവിത വിശുദ്ധ കഅബാലയത്തിൻ്റെ ഭാഗത്ത് തൂക്കിയിട്ട, അതിൻ്റെ പേരിൽ മേനി നടിച്ച അറബികളായിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു മക്ക രാജ്യത്ത്. എന്താ ഈ 3 കാര്യങ്ങൾ? ഒന്ന്, എനിക്ക് രാവിലെ തന്നെ പതഞ്ഞു പൊങ്ങുന്ന മദ്യം ആവോളം ആസ്വദിക്കാൻ എനിക്ക് സാധിക്കണം. ആരും കുടിക്കുന്നതിൻ്റെ മുമ്പ് ബാറിൽ പോയി നൊരഞ്ഞു പൊങ്ങുന്ന മദ്യം അത് വയറ്റിലാക്കണം, അല്ലെങ്കിൽ ഞാനൊക്കെ എന്തിനാ ജീവിക്കുന്നത്? തീർന്നില്ല, അവർ കവിത എഴുതി വെച്ചു, വസിയത്ത് പത്രം എഴുതി വെച്ചു. ഇദാ മിത്തു ഫദ്ഫിന്നി അലാ ജൻബി കർമതീൻ തുറവ്വി ഇളാമി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി എന്നെ മറമാടണം. എന്തിനാണ്? എൻ്റെ നുരുമ്പുന്ന എല്ലുകൾക്ക് ആ മുന്തിരിയുടെ സത്ത്, അതിൽ നിന്നാണല്ലോ അവർ മദ്യം വാറ്റിയത്. ആ കള്ളിൻ്റെ രുചി അനുഭവിക്കാൻ സാധിക്കണം. നിങ്ങളെങ്ങാനും എന്നെ കൊട്ടം മരുഭൂമിയിൽ കൊണ്ടുപോയി കബറടക്കല്ലേ. എന്തേ കാരണം? ഞാൻ ഭയപ്പെട്ടു പോകുന്നു, എനിക്കതിൻ്റെ രുചി ആസ്വദിക്കാൻ മരണശേഷം കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞ് മദ്യമുണ്ടാക്കാൻ അവരുപയോഗപ്പെടുത്തിയിരുന്ന മുന്തിരി കായ്ക്കുന്ന മുന്തിരിവള്ളിയുടെ ചോട്ടിലാവണം തനിക്ക് ഖബറൊരുങ്ങേണ്ടത് എന്ന് വസിയത്ത് എഴുതി വെച്ച അറബികൾ. അപ്പം മദ്യം, ലഹരി, അതിൻ്റെ ആ പഴയ വെർഷൻ അന്ന് നിലവിലുണ്ടായി. പിന്നെയോ, ഒരടിപിടിയില്ലാതെ തൻ്റെ ഉറയിൽ കിടക്കുന്ന വാളിന് ഇടക്കിടക്കൊന്ന് രക്തമണിയാതെ, ഒരു യുദ്ധമില്ലാതെ എന്ത് ജീവിതമാണോ എന്ന് പാടിയവരാണവർ. കലാപം, യുദ്ധം. തൻ്റെ ഒട്ടകം വെള്ളം കുടിക്കുന്ന ഭാഗത്ത് നിന്ന്, ആ തളികയിൽ നിന്ന്, ആ രൂപത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ അയൽവാസിയുടെ ഒട്ടകം ഒന്ന് വെള്ളം കുടിച്ചാൽ മതി, അതിൻ്റെ പേരിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ. കലാപത്തിനും കൊള്ളക്കും അതേപോലെയുള്ള രക്തച്ചൊരിച്ചിലുകൾക്കും ഒരു പഞ്ഞവും അക്കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. തീർന്നില്ല, പെണ്ണില്ലാതെ ജീവിക്കാനാവില്ല. ചൂട് പകരാൻ, തൻ്റെ മേനിക്ക് ചൂട് പകരാൻ സൗന്ദര്യധാപങ്ങളായ സുന്ദരികളില്ലാതെ പറ്റില്ല. ഇങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മൾ സാധാരണ ചുരുക്കി പറയും 3W എന്ന്: വാർ, വിമൺ ആൻഡ് വൈൻ.
ഇത് മൂന്നുമില്ലാതെ എന്ത് ജീവിതമാണോ, ഇതൊന്നുമില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പാടിപ്പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പേരിലുള്ള ദാറുൽ അർഖം എന്ന പേരിൽ ഒരു ഭവനം വിശുദ്ധ കഅബയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഉംറക്കും ഹജ്ജിനും പോയിട്ടുള്ള ആളുകളെ നിങ്ങൾക്കറിയില്ലേ, നമ്മൾ സഫായിൽ നിന്ന് തുടങ്ങി മർവായിലേക്കുള്ള നടത്തം ആരംഭിക്കുമ്പോൾ ആ സഫാ കുന്നിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അർഖം ഇബ്നു അബിൽ അർഖം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ടീനേജുകാരൻ താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അർഖം ടീനേജുകാരനായിരുന്നു. ചരിത്രം പഠിക്കണം. ആരായിരുന്നു അർഖം ഇബ്നു അബിൽ അർഖം? 16 വയസ്സിലാണെന്നും 12 വയസ്സിലാണെന്നും ഇനി ഏതോ ആകട്ടെ ടീനേജ് പ്രായത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്തഫായുടെ അനുയായിയായ അർഖം, ആ അർഖം താമസിച്ചിരുന്ന വീടാണ് ദാറുൽ അർഖം. അവിടെ പലപ്പോഴും ആരുടെയും അത്ര ശ്രദ്ധയെത്താത്തൊരു സ്ഥലമായിരുന്നു അന്ന്. അവിടെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച ഏതാനും വരുന്ന അണികളെയും കൊണ്ട്, വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെയും കൊണ്ട് മുസ്തഫ ഒത്തുകൂടും ദാറുൽ അർഖം എന്ന് പറയുന്ന കേന്ദ്രത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യും? റഹ്മാനായ റബ്ബിങ്കൽ എന്ന് അപ്പോൾ അവതരിച്ചു കൊണ്ടിരിക്കുന്ന വഹീൻ്റെ ഓരോ കാര്യങ്ങൾ തൻ്റെ മുന്നിലിരിക്കുന്ന വിരലിലെണ്ണാവുന്ന അണികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കും, അത് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ ഇസ്ലാമികമായ പല വിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ ആദ്യ കാലഘട്ടത്തിലെ രഹസ്യ പ്രബോധനത്തിന് വേണ്ടി ഒരു രാജ്യത്തെ മുഴുവൻ അല്ല, ദിഗന്ധങ്ങളെ മുഴുവനും അതിജയിക്കുന്ന ഇസ്ലാം എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമുണ്ടായത് ഒരർഖമിൻ്റെ വീട്ടിൽ വെച്ച്, ദാറുൽ അർഖമിൽ വെച്ചാണ് മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭം കുറിച്ചത്. അതിൻ്റെ സന്തതിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങാടിയിലെ കൂലിത്തല്ലുകാരനും ഗജപോക്കിരിയുമായി അറിയപ്പെട്ടിരുന്ന മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി കുറച്ചാളുകൾ പൂർത്തിയായതിൻ്റെ ശേഷമാണ് ആ രഹസ്യ പ്രബോധനം നടന്നിരുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇനി ഇറങ്ങാൻ മുഹമ്മദ് നബിയെ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പന വന്നു. ഫസ്ദഅ് ബിമാ തുഅ്മർ വഅഅ്രിദ് അനിൽ മുശ്രികീൻ. ഓ നബിയെ, കൽപ്പിക്കപ്പെട്ട കാര്യം ഇനി അങ്ങ് പരസ്യമായി പ്രഖ്യാപിച്ചേക്ക്. ഇനി ഇതിൻ്റെ അകത്തിരുന്നു കൊണ്ട് പറയേണ്ടതല്ല, ഇത് ലോകം കേൾക്കേണ്ടതാണ്, ഇത് ലോകം മുഴുവനും കേൾക്കേണ്ടതാണ്. ഇത് അറബികൾക്ക് മാത്രമുള്ളതല്ല, ഇത് ഏതെങ്കിലും ഒരു കളറുള്ളവർക്ക് മാത്രമുള്ളതല്ല, ഏതെങ്കിലും ഒരു ഗോത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഹുദല്ലിന്നാസ്, സർവ മനുഷ്യർക്കും വേണ്ടിയുള്ള മാർഗദർശനത്തിൻ്റെ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇനി താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യമില്ലേ, അതങ്ങ് കൃത്യമായി പറഞ്ഞേക്കണം. അതിനെതിരെ ഭീഷണിയുമായി വരുന്നവരെ അവഗണിച്ചേക്ക്. റബ്ബിൻ്റെ കാവലുണ്ടാകും നിങ്ങൾക്ക്. ആ പ്രഖ്യാപനത്തിൻ്റെ ശേഷമാണ് മുസ്തഫ ആ രഹസ്യ പ്രബോധനം വിട്ട് ദാറുൽ അർഖമിൽ നിന്ന് ഇറങ്ങി മഹാനായ റബ്ബിൻ്റെ ആ കൽപ്പനകൾ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടി തയ്യാറായത്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ് പ്രിയമുള്ളവരെ. തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ ഒരു ഭാഗത്ത്, ഓണം കേറാ മൂലയിൽ, നേരത്തെ ഇവിടെ പറഞ്ഞ ആരും അധികമില്ലാത്തൊരു പ്രദേശത്ത്, ഇവിടെ ഇതാ ആർക്കും ഇവിടെ താമസിക്കുന്ന പരിസരവാസികൾക്ക് ഒരു ആശങ്കക്കും ഇടമില്ലാത്ത വിധത്തിൽ സുതാര്യമായ നിലക്ക് മഹത്തായ ഒരു കെട്ടിടം ഇതാ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും ഈ ദാറുൽ അർഖമിലേക്ക് കടന്നു വരാം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചർച്ച ചെയ്യാം. ഇവിടെ നിന്ന് വിളിക്കുന്ന ബാങ്കൊലികളോ ഇവിടെ പാരായണം ചെയ്യുന്ന വിശുദ്ധ വചനങ്ങളിലോ മാനവ സമുദായത്തിനെ ആക്രമിക്കുവാനുള്ള ആഹ്വാനത്തിൻ്റെ ഒരു വാക്ക് പോയിട്ട് ഒരക്ഷരം കാണുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ നിഷ്പക്ഷമായി തുറന്ന മനസ്സോടെയാണ് നിങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബാങ്കൊലിയില്ലേ, അല്ലാഹു അക്ബർ, അതാരോടെങ്കിലുമുള്ള ജിഹാദിൻ്റെ കൃത്യമായ നിലക്കുള്ള ഒരാഹ്വാനമല്ല. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന, വർഗീയതയില്ലാത്ത, ജാടകളില്ലാത്ത, എല്ലാ മനുഷ്യർക്കും അംഗീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള ആ ബാങ്കൊലിയുടെ തുടക്കം തന്നെ അതാണ്. അതിലെ ആശയം എന്താണ്? എന്നെയും നിങ്ങളെയും എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ചവനായ ഏകശക്തി അവൻ ഒന്നേയുള്ളൂ എന്ന് വിശ്വസിക്കാത്തവർ, അംഗീകരിക്കാത്തവർ ഈ ലോകത്ത് ആരാ ഉള്ളത്?
എല്ലാവരും അത് അംഗീകരിക്കുന്നു. ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്, പ്രപഞ്ചത്തിന് ഒരു രക്ഷിതാവുണ്ട്. നാം അള്ളാഹു എന്ന് പറയുന്നു, ചിലരൊക്കെ ജഗന്നിയന്താവ് എന്ന് പറയും, ചിലർ സർവേശ്വരൻ എന്ന് പറയും, പല വിധത്തിലുള്ള പേരുകൾ പറയുമെങ്കിലും ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ടെന്നും ആ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവനാണ് എല്ലാത്തിനേക്കാളും മീതയുള്ളവനെന്നും. കാരണം ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാണ്. അവനല്ലാത്തവരെല്ലാം സൃഷ്ടികളാണ്. അവൻ മാത്രമാണ് സ്രഷ്ടാവ് എന്ന് അംഗീകരിക്കാത്ത മതമുള്ള മതവിശ്വാസമുള്ള ഒരു ജനതയെയും നമുക്ക് കാണാനാവില്ല. ആ തത്വം ഉദ്ഘോഷിക്കുന്ന ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളെ വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം, ഇപ്പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും രാജ്യത്ത് നിന്ന് നടമാടുന്നത് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടോ അങ്ങനെയുണ്ടായിരുന്ന ഒരു ഇരുണ്ട യുഗത്തിലെ ഏറ്റവും വലിയ തെമ്മാടിക്കൂട്ടങ്ങളായിരുന്ന ഒരു ജനതയെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തസ്കിയത്ത് കൊടുത്തു, അവർക്ക് സംസ്കരണം നൽകി. അവർ ലോകത്തിൻ്റെ ജേതാക്കളായി, ലോകത്തിൻ്റെ നേതാക്കളായി. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ചുരുക്കി പറഞ്ഞത് കാനൂ ഫീ ളലാലിൻ മുബീൻ വഇൻ കാനൂ ലഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലുള്ള ഒരു ജനതയായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ഒരു ജനതയിൽ മാറ്റത്തിന് കാരണമായത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ ഇത് അംഗീകരിച്ചോളണം, ഇല്ലെങ്കിൽ നിന്റെ തലയെടുക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പിന്നാലെ വാളുകൊണ്ട് നടന്നതാണോ? അങ്ങനെയാണോ ഇസ്ലാം പ്രചരിച്ചത്? അങ്ങനെയാണോ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ജനസമൂഹങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് പകർന്നു കൊടുത്തത്? ഒരിക്കലുമല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ തന്നെ കൃത്യമായ ആ പ്രഖ്യാപനം നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായത്തിലൂടെ വായിക്കുന്നുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ മതത്തിൽ ബലാത്കാരത്തിൻ്റെ പ്രശ്നമില്ല. അംഗീകരിച്ചോളണം. അംഗീകരിക്കാത്തവനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കില്ല. അംഗീകരിക്കാത്തവനെ ഇവിടെ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന ഒരു നയം ഇസ്ലാമിനില്ല. മറിച്ച് നിങ്ങൾ നോക്ക്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദാറുൽ അർഖമിൽ വെച്ച് നടത്തിയ രഹസ്യ പ്രബോധനത്തിലും തുടർന്നുണ്ടായ മക്കയിലെ പരസ്യമായി ജനങ്ങൾക്കിടയിൽ നടത്തിയ പ്രബോധനത്തിലുമൊക്കെ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു ആ ദൂതനെ അയച്ചപ്പോൾ ആ ദൂതൻ എന്താണ് ചെയ്തത്? ജനങ്ങളെ നന്നാക്കാൻ ആ നബി എന്ത് മാർഗമാണ് സ്വീകരിച്ചത്? യത്ലൂ അലൈഹിം ആയാതിഹി ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു ഈ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അക്ഷരജ്ഞാനമില്ലാതിരുന്ന ഒരു ജനത. ആ ജനതക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ റബ്ബിവിടെ കൊണ്ടുവന്നു. അതാണ് ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന, പേര് കേൾക്കുമ്പോൾ പോലും ആദരവോടുകൂടി അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുന്ന മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ പ്രവാചകന്റെ വരവിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ആ നബിയെ റബ്ബ് നിയോഗിച്ചയച്ചത് എന്തിനാ? യത്ലൂ അലൈഹിം ആയാതിഹി. ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ അതാ ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടവരെ നന്നാക്കിയെടുക്കുകയാണ്. വാളുകാട്ടി പേടിപ്പിച്ചതല്ല, അധികാരം കാണിച്ച് പേടിപ്പിച്ചതല്ല. ആയത്തോതിക്കൊടുക്കുന്നു, ഇതാണ് സത്യം, ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടാകും മരണാനന്തരം എന്നുള്ള സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം അതെന്താണെന്ന് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ, മോക്ഷത്തിൻ്റെ മാർഗം എന്താണെന്ന്, ശാന്തിയുടെ മാർഗം എന്താണെന്ന്,
ധാർമ്മികതയല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരം പറയാൻ നമുക്കാവില്ലെന്ന് വളരെ വളച്ചുകെട്ടില്ലാതെ കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. അത് വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ മനസ്സിലതാ ഒരു പ്രത്യേകമായ സംസ്കരണം ഉണ്ടാക്കുന്നു. വിശദമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, അൽ കിതാബാകുന്ന വിശുദ്ധ ഖുർആനിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കേവലം ഓതിക്കൊടുക്കുക, കേൾപ്പിക്കുക എന്ന് മാത്രമല്ല, അത് തഅലീം നടത്തുകയാണ്. കേവല പാരായണവും തഅലീമും രണ്ടും രണ്ടാണ്. നമ്മളൊക്കെ പലപ്പോഴും ഖുർആനുമായിട്ടുള്ള ബന്ധം അങ്ങനെയായി പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടണം. കേവലം പാരായണത്തിനുള്ളതല്ല ഗ്രന്ഥം, മറിച്ചത് ചിന്തിക്കാനുള്ളതാണ്, അതാശയം പഠിക്കാനുള്ളതാണ്, അതർത്ഥം മനസ്സിലാക്കുവാനുള്ളതാണ്. അത് ജീവിതത്തിൽ മുതൽ സെറ്റ് വരെയുള്ള നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും ശുദ്ധീകരിക്കുവാനുമുള്ള ഗ്രന്ഥമാണ്. അതിന് വേണ്ട നിലക്കുള്ള തഅലീമാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ആ കിതാബ് അറബികളോടാണ് സംസാരിച്ചത്. ആ കാലഘട്ടത്തിൽ അവരുടേതായ ശുദ്ധ അറബി ഭാഷയിലായിട്ട് പോലും പല വചനങ്ങൾക്കും അവർക്ക് തിരിയായ്മയുണ്ടായപ്പോൾ, മനസ്സിലാക്കായ്മയുണ്ടായപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാര്യം ഗ്രാഹ്യമാകുന്ന വിധത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ബയാൻ ചെയ്ത് കൊടുത്ത് റബ്ബിന്റെ ഗ്രന്ഥത്തെ അവിടുത്തെ വാക്കുകൾ മുഖേന, അവിടുത്തെ പ്രവൃത്തികൾ മുഖേന, അവിടുത്തെ മൗനാനുവാദം മുഖേന, അവിടുത്തെ ജീവിതം മുഖേന ഈ ഗ്രന്ഥത്തിൽ ഇതാണ് ജനങ്ങളെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ മനസ്സുകളെ അങ്ങ് ക്ലിയറാക്കിയപ്പോൾ ഏറ്റവും വഴികേടിൽപ്പെട്ട ജനതയാണെന്ന് അല്ലാഹ് പറഞ്ഞ അതേ ഉമ്മത്തിനെ കുറിച്ച് പിന്നെ ഖുർആൻ പറയുന്നത് എന്താണെന്നോ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള ആ പ്രകാശം അത് നിങ്ങൾക്ക് മാതൃകയായി അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചു. ഇനി വരുന്ന ലോകത്തുള്ള ജനതക്ക് എല്ലാവർക്കുമുള്ള ഒരു സാക്ഷികളായി ഈ ആശയത്തെ കൈമാറുവാനുള്ള ഉന്നതമായ, ഉത്തമമായ, ഉദാത്തമായ ഒരാദർശം നെഞ്ചേറ്റിയ ജനതയാണ് നിങ്ങൾ എന്ന് അവരെക്കുറിച്ച് റഹ്മാനായ റബ്ബ് പിന്നീട് പുകഴ്ത്തി പറയുന്നുവെങ്കിൽ ആ മാറ്റത്തിൻ്റെ പിന്നിലുണ്ടായ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ ഗ്രന്ഥം കൊണ്ടുണ്ടായ കാരണമാണ്. അതുകൊണ്ട് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ആ കാലഘട്ടത്തിൽ പരിഹാരമായത് ഈ വിശുദ്ധ ഗ്രന്ഥമാണെങ്കിൽ ഇന്നിൻ്റെ ഇരുട്ടുകളെ നീക്കിക്കളയുവാനും ലിതുഖ്രിജന്നാസ് മിനൽ-ളുലുമാതി ഇലൻ-നൂർ, വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞതാണ് മുത്ത മുസ്തഫയോട്, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ, നീ ജനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാനാണ്. റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് മുഖേന നീ ജനങ്ങൾക്കിത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഇരുട്ടുകളിൽ നിന്ന്, ഏതെല്ലാം ഇരുട്ടുകളാണ് അവിടെയുള്ളത്? അന്ധവിശ്വാസത്തിൻ്റെ ഇരുട്ടുകളുണ്ട്, ദുരാചാരങ്ങളുടെ ഇരുട്ടുകളുണ്ട്, ലഹരിയുടെ ഇരുട്ടുകളുണ്ട്, വഴിവിട്ട സെക്സിൻ്റെതായ അവിഹിതമായ വേഴ്ചകളുടെ ഇരുട്ടുണ്ട്, കൊള്ളയുടെയും കലാപത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും തോന്നിവാസങ്ങളുടെയും ഒക്കെ ഇരുട്ടുകളുണ്ട്, സ്വവർഗരതിയുടെ ഇരുട്ടുകളുണ്ട്. ലെസ്ബിയൻ എന്ന് പറയുന്ന പെണ്ണും പെണ്ണും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, ആണും ആണും തമ്മിലുള്ള സ്വവർഗാനുരാഗികളാണെങ്കിലും അതൊക്കെയും വലിയ പ്രചാരത്തിലുള്ള ഇടങ്ങളും ഇല്ലാത്ത ഇടങ്ങളുമൊക്കെ അന്നുമുണ്ട്. അങ്ങനെയുള്ള സകല ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ അള്ളാഹു കനിഞ്ഞരുളിയ മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനായി ഇവിടെ കൊച്ചുമക്കൾ, ഇവിടെ 10-13 കുട്ടികൾ ഇരുന്ന് അത് മനഃപ്പാഠമാക്കി എന്ന് പറഞ്ഞില്ലേ? പരിശുദ്ധമായ ആ ഖുർആനിനോടുള്ള നമ്മുടെ ബന്ധം, അങ്ങനെ അതിലൂടെയാണ് ഒരു സമൂഹം മാറിയതെങ്കിൽ അത് കേവലം പാരായണം കൊണ്ട് കിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം പഠിക്കണം, അതിൻ്റെ ആശയം പഠിക്കണം. അതുകൊണ്ട് സമൂഹത്തോട് പരിശുദ്ധ ഖുർആൻ പരിഹാരമായി ആദ്യം പറഞ്ഞു. പരിഹാരം എന്താണ്?
ഏത് പ്രശ്നത്തിനും ഉണ്ടാകേണ്ട ഒന്നാമത്തെ പരിഹാരം, മനുഷ്യ നീ എവിടെ നിന്ന് വന്നു എന്ന് പഠിക്കണം, എങ്ങോട്ടാണ് ഇനി പോകുന്നത് എന്ന് ചിന്തിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ജീവിതം നിശ്ചയിച്ചത് എന്തിനാ? ഇവിടെ അങ്ങ് ജീവിച്ച് തകർക്കാനല്ല, അർമാദിച്ച് ജീവിക്കാനല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതം അഥവാ നമ്മെ ജനിപ്പിച്ചത്, ഇനി അവസാനം നമ്മൾ മരിച്ചു പോകുന്നത്, ഇവിടെ ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ. ഇനി നമ്മുടെ മരണവും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ നടക്കുക. എങ്കിൽ ആ ജനന മരണങ്ങൾക്കിടയിലുള്ള ദുന്യാവാകുന്ന ഈ ജീവിതത്തിൽ മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എൻ്റെ ശരീരം അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? എങ്കിൽ ആ മനുഷ്യൻ ഇതാദ്യം പറയണം, ഞാൻ ജനിച്ചത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്, ഇനി ഞാൻ മരിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും എന്ന് പറയാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? ഒരാൾക്കും അതിന് കഴിയില്ലെങ്കിൽ ആ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം നമുക്ക് ആ ജനനവും മരണവും നിശ്ചയിച്ച റഹ്മാനായ റബ്ബായിട്ടാരുണ്ടോ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ലാതെ നിർവഹിച്ചുകൂടാ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഹുദാ എന്ന് പറയുന്ന ഖുർആനികമായ ആ സന്മാർഗം. ലോകത്തു മനുഷ്യന്റെ ഉത്ഭവം ആദം അലൈഹിസ്സലാമിലൂടെ, ആദമും ഹവ്വയും ഈ ലോകത്തേക്ക് അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വരുമ്പോൾ തന്നെ അവരോട് പറഞ്ഞതാണ്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ വന്ന് കിട്ടുമ്പോഴെല്ലാം, അഥവാ രണ്ട് കാര്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞു. എന്നിൽ നിന്നാണ് ഹുദ വന്ന് കിട്ടുക, അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അത് പിൻപറ്റിയവർക്കാണ് ദുഃഖമില്ലാതെ ശാശ്വതമായ വിജയമുണ്ടാവുക. അതിനെ തള്ളുന്നവർക്കായിരിക്കും ശാശ്വതമായ പരാജയമുണ്ടാവുക. ഇത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു. ആ ഹുദ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ പരിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ് മാനവ സമൂഹത്തിനുള്ളതാണ് ആ ഗ്രന്ഥം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പരിസരവാസികളായ, അതേപോലെയുള്ള ആരെങ്കിലും ഇനി ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഗ്രന്ഥം ഇതിൻ്റെ 114 അധ്യായങ്ങളാണുള്ളത്. ഇതിൻ്റെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമധ്യായം സൂറത്തുൽ ബഖറ. അതങ്ങനെ വായിച്ചു പോരുമ്പോ അവിടെയുണ്ട് ഒരു ജനതയെ വിളിക്കുന്ന ഒരു വിളി, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ഖുർആനിലെ ആദ്യത്തെ വിളിയാണ്. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ കാണുന്ന ആദ്യത്തെ അഭിസംബോധനയാണ്, ഒരു വിളിയാണ്. ആ വിളി ആരോടാണ്? അറബികളെ എന്നല്ല വിളിച്ചത്, അതല്ലെങ്കിൽ വെളുത്ത വർഗക്കാരെ എന്നല്ല വിളിച്ചത്, അല്ലെങ്കിൽ ഇന്ന ഭാഷക്കാരെ ഇന്ന നാട്ടുകാരെ എന്നൊന്നുമല്ല വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ്. ഈ ഖുർആനിന് മനുഷ്യരോട് മുഴുവനും പറയാനുള്ള തത്വം എന്താണ്? ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, യജമാനനായ നിങ്ങളുടെ യജമാനനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇത് വിളിച്ചു പറയുകയാണ് വിശുദ്ധ ഖുർആൻ. സുതാര്യമാണ്. ഇതെല്ലാവരോടും ഉറക്കെ പറയാണ്. ജനങ്ങളെ, ജനങ്ങൾ ഇവിടെ മനുഷ്യരായ ആരൊക്കെയുണ്ടോ അവരല്ലേ നമ്മുടെ കൺമുമ്പിലുള്ളവർ. ആ ജനതയോടാ പറയുന്നത്. ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? ആർക്കാണ് നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടത്? ആരുടെ പ്രീതിക്കാണ് നിങ്ങൾ ബലികർമ്മം നടത്തേണ്ടത്? നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെയാണ്. അപ്പോൾ ഒരു ചോദ്യം അവിടെ വേറെ വരികയാണ്. സൃഷ്ടിച്ചവർ വേറെ ആരെങ്കിലും ഉണ്ടോ? വല്ല സൃഷ്ടാക്കളുമുണ്ടോ? ഖുർആൻ ആ ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. അല്ലാഹ്
അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വല്ലവരും വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ മതവിശ്വാസമുള്ള ഒരു വ്യക്തിയും പറയില്ല ഈ ലോകത്ത് ഒരു പുൽക്കൊടിയെപ്പോലും അല്ലാത്ത, അതല്ലെങ്കിൽ സർവശക്തനല്ലാത്ത മറ്റൊരു ശക്തി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നവരും മതങ്ങളുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവർക്കും അംഗീകരിക്കാവുന്ന സത്യം ഖുർആൻ തുടക്കത്തിലേ പറയുകയാണ്, നിങ്ങളുടെ യജമാനനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. എല്ലാവരും ആ യജമാനനായ റബ്ബിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? അവൻ്റെ മാത്രമുള്ള ക്വാളിറ്റി എന്താണ്? അല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്ര ജനറേഷനുകൾ, തലമുറകൾ കഴിഞ്ഞുപോയി, അവരെ മുഴുവനും പടച്ചത് അവൻ തന്നെയാണ്. അല്ല മറ്റാരോ ഇവിടെ പടച്ചവനുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ഇവിടെ ഒരു മതവിശ്വാസം അംഗീകരിക്കുന്ന ആളുകൾക്കും ആ വിശ്വാസമല്ല. അതുകൊണ്ട് സർവരോടുമാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ യജമാനനായ ഏകനായ ആ രക്ഷിതാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അത് പ്രഖ്യാപിച്ച റബ്ബിനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തിയത് അവനേതെങ്കിലും ഒരു പ്രത്യേകമായ കാലക്കാരുടെ യജമാനനല്ല, അവൻ റബ്ബുൽ ആലമീൻ, സർവലോകരുടെയും നിയന്താവാണ്, രക്ഷിതാവാണ്. ആ രക്ഷിതാവ് അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞതോ അത് മാനവർക്ക് മുഴുവനുമുള്ള മാർഗദർശനത്തിൻ്റെ തത്വങ്ങളാണ് അതിലുള്ളത്. അത് വിശദീകരിക്കാൻ ലോകത്തിന് യുക്തനായ മുസ്തഫയെ കുറിച്ച് പരിചയപ്പെടുത്തിയതെന്താണ്? ഏതെങ്കിലും നാട്ടുകാർക്ക് സ്വകാര്യമായി പഠിക്കാനുള്ള ഒരു വ്യക്തിത്വമാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലുമല്ല. കഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള നബിയാണത്, ബഷീറായ നബിയാണ്. അഥവാ മുഴുവൻ മനുഷ്യരോടും പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ മോക്ഷത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എൻ്റെ റബ്ബ് എനിക്ക് കേൾപ്പിച്ചത്. ഞാൻ നിങ്ങളോട് സുതാര്യമായി പറയുന്നത് അത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇനി അതിനോട് വിഘടിച്ച് നിൽക്കുകയാണോ? ദുന്യാവിൽ ഞാൻ മറ്റൊന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ നിങ്ങളുടെ ആഖിറം, നിങ്ങളുടെ മരണാനന്തര ജീവിതം അത് വളരെ നഷ്ടമായിരിക്കുമെന്ന നദീറാ. അപ്പൊ താക്കീതുകാരനും സുവിശേഷകനുമായി കൊണ്ട് ലോകത്തിന് മുഴുവനും വേണ്ടി നിയുക്തനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു വർഗീയത ഇതിൽ ഇല്ല, കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഇതിൽ ഭീകരതകളില്ല, ഇതിൽ തീവ്രവാദങ്ങളില്ല. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു തത്വം പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ എന്ന ഒന്നാമത്തെ വിളിയിൽ തന്നെ വിഷയം അവതരിപ്പിക്കുന്നത്. അതാണ്, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരോട് പറയുന്നത്, മനുഷ്യ നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മരണത്തിൻ്റെ ശേഷം നിന്റെ ജീവിതം വളരെ വിശാലമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ രക്ഷപ്പെടലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇവിടെ സുഹൃതങ്ങൾ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കല്ലാതെ ആ ലോകത്ത് രക്ഷയുണ്ടാവില്ല എന്നിങ്ങനെ ആ ലോകത്ത് കൃത്യമായി വിജയിക്കുവാനുള്ള മാനദണ്ഡങ്ങളെ വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ അങ്ങ് പഠിപ്പിച്ചു തന്നു. ഈ വിധത്തിൽ ഒരു സമൂഹത്തെ അങ്ങ് മാറ്റിയെടുത്ത പ്പോൾ മദ്യമില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ ജനത മദ്യം കുടിച്ചുകൊണ്ടിരിക്കെ മദ്യത്തിൻ്റെ കോപ്പ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അവർക്ക് മദ്യത്തോട് അലർജിയായി, മദ്യം പിന്നെ അവർക്ക് വേണ്ട. എന്തേ ഈ മാറ്റം എവിടുന്നുണ്ടായി? അതേപോലെ തന്നെ സ്ത്രീയില്ലാതെ ചൂടുപകരാനൊരു പെണ്ണില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞവർക്ക് ഒരന്യ സ്ത്രീയെ അവിഹിതമായിട്ടൊരു നോട്ടം പോലും പാടില്ലെന്ന അവസ്ഥയിലേക്ക് അവർ ഉയർന്നു. യുദ്ധവും അതേപോലെ തന്നെ കലഹങ്ങളും നിസ്സാരമായ കാര്യത്തിന് വേണ്ടി നടത്തിയിരുന്ന ജനതക്ക് മരണനേരത്ത് കുടിക്കാൻ കിട്ടിയ ദാഹജലം പോലും തൻ്റെ തൊട്ടപ്പുറത്ത് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന് കൊടുത്തേക്കൂ. മരണത്തിൻ്റെ നേരത്തുള്ള ദാഹജലം പോലും തൻ്റെ പോലെയുള്ള തൻ്റെ സഹോദരനതാ ദാഹിച്ചു വലയുകയാണ്. എനിക്ക് വേണ്ട, അങ്ങോട്ട് ആ വെള്ളം കൈമാറിയേക്കൂ എന്ന് പറയാൻ മാത്രം സഹജീവികളോടുള്ള കാരുണ്യം എങ്ങനെയുണ്ടായി? അവരിൽ ഈ മാറ്റം എങ്ങനെയുണ്ടായി? ആ മാറ്റം കൊണ്ടല്ലാതെ ഇക്കാലഘട്ടത്തിലും നമുക്ക് വിജയിക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാവണം, പരിശുദ്ധ ഖുർആൻ പഠിക്കണം.
അത് പഠിക്കുന്നവനാണ് ലോകത്ത് ഏറ്റവും ഉത്തമൻ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനാണ്, അത് പഠിപ്പിക്കുന്നവനാണ്, അതിന് സഹായം ചെയ്യുന്നവനാണ്, അതിൻ്റെ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. എല്ലാ അർത്ഥത്തിലും അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറുമ്പോൾ അതിനോട് നമുക്ക് ചില പ്രധാനപ്പെട്ട 5 കടമകളാണുള്ളത്. ഇവിടെ കൂടിയ ഓരോ സഹോദരിയും സഹോദരനും, ഈ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായിട്ടുള്ള എൻ്റെ ബന്ധം എത്രത്തോളമുണ്ട്? ഒന്നാമതായി നമുക്കതിനോടുള്ള കടമ അത് തെറ്റുകൂടാതെ പാരായണം പഠിക്കലാണ്. അതിനാണ് തിലാവത്തെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർബന്ധമായ കാര്യം എന്താണ്? കഴിയുന്നത്ര അതിൽ നിന്ന് കുറേശ്ശെ നമ്മൾ ഹിഫ്ളാക്കണം, മനഃപ്പാഠമാക്കണം. കാരണം 5 നേരത്തെ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം നിർബന്ധമാണ്. നിർബന്ധമല്ലാത്ത മറ്റു സൂറകൾ വേറെയും വരുന്നുണ്ട്. അപ്പം കഴിയുന്നത്ര ഓരോ സ്ത്രീ പുരുഷനും അവൻ അതിൽ നിന്ന് മനഃപ്പാഠമാക്കുവാൻ അവൻ ശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ പാരായണം ചെയ്യുന്ന തനിക്ക് കഴിയാവുന്ന വിധത്തിൽ താൻ ഹിഫ്ളാക്കാൻ ശ്രമിക്കുന്ന ഈ ഗ്രന്ഥത്തോടുള്ള കടമ നിന്നിട്ടില്ല. മൂന്നാമത്തെ കടമ എന്താണ്? ഫഹ്മുൻ. ആ ഗ്രന്ഥത്തിൽ ഞാൻ എന്തൊക്കെയാണ് ഈ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ ഈ മനഃപ്പാഠമാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം, അതിൻ്റെ ആശയം ഗ്രഹിക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി ഓതാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വെറുതെ അങ്ങ് ജീവിക്കലല്ല, തദബ്ബുറാണ് 4ാമത്തെ സ്റ്റേജ്. അപ്പറയുന്ന കാര്യങ്ങൾ റഹ്മാനായ റബ്ബേ, എൻ്റെ റബ്ബ് എന്നോടാണല്ലോ ഈ ഗ്രന്ഥത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ റബ്ബ് എന്നോട് എന്നോട് കൽപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ ഞാനാണാവട്ടെ പെണ്ണാവട്ടെ എൻ്റെ ജീവിതത്തിലുണ്ടോ? അതെൻ്റെ കുടുംബ ജീവിതത്തിലുണ്ടോ? എൻ്റെ സാമ്പത്തിക മേഖലയിലുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ വിശ്വാസരംഗം അതിനനുസൃതമാണോ? എൻ്റെ ആചാരരംഗം അതിനനുസൃതമാണോ? എൻ്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഇടപാടുകളും ഇടപെടലുകളും മുഴുവനും ഇതിനനുസരിച്ചാണോ? അതേ 5ാമത്തെ സ്റ്റേജായ അമലിൻ്റെ കാര്യത്തിൽ ഞാൻ പാരായണം ചെയ്യുന്ന, മനഃപ്പാഠമാക്കുന്ന, അർത്ഥം പഠിക്കുന്ന, ആശയം പഠിക്കുന്ന, ചിന്തിക്കുന്ന ആ ഗ്രന്ഥത്തിൻ്റെ 5ാമത്തെ കാര്യം അതിൻ്റെ തത്ബീഖാണ്. അത് പ്രായോഗികമായ ജീവിതത്തിൽ എത്രത്തോളം ഞാൻ ആ ഗ്രന്ഥവുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കാതെയാണ് നമ്മൾ ഈ ഖുർആനിനെ ഒരു കേവല പാരായണത്തിന് മാത്രമാണ് അതിനെ ആസ്പദിക്കുന്നതെങ്കിൽ, മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നൊരു വാചകമുണ്ട്. ഒരു ജനതയതാ യഖറഊനൽ ഖുർആൻ, അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിനെ അവർ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴി വിട്ടത് താഴേക്ക് ഇറങ്ങുന്നില്ല. വലാകിൻ ഇദാ വഖഅ ഫിൽ ഖൽബി ഫറസഖ ഫീഹി ഫനഫഅ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ അതിൻ്റെ ലക്ഷ്യം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഈ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തട്ടണം, അത് ആഴത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണം. അങ്ങനെ അത് നമുക്ക് ഉപകാരപ്പെടണം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് തന്നെ അതിനാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഉമ്മമാരെ, ഉപ്പമാരെ, പ്രായം എത്രയായി നമുക്ക്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്ക്, റബ്ബേ എനിക്കെത്ര വയസ്സായി? ഞാൻ അല്ലാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഞാൻ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ റബ്ബെന്നോട് പറയുന്നു, ഇതാ ഈ അനുഗ്രഹീതമായ ബറക്കത്തുള്ള ഈ ഗ്രന്ഥം എന്തിനുള്ളതാണ്? കേവലം റമദാൻ മാസം വരുമ്പോൾ ഒന്ന് ഓതിയിട്ട് അടച്ചു വെക്കാനുള്ളതാണോ? അതല്ലെങ്കിൽ പുണ്യഭൂമിയിൽ പോകുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് വായിച്ചവിടെ കൂട്ടിവെക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. പിന്നെ അതെന്തിനാണ്? അതിലെ വചനങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടുന്നതാ പല ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ ഓത്തവിടെ നിർത്തിവെച്ചിട്ട് കരയുന്നു. ചില ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ വളരെയേറെ റബ്ബിൻ്റെ മുമ്പിൽ വല്ലാത്തൊരു ശുക്രിൻ്റെ മനസ്ഥിതിയോടെ ദുആ ചെയ്യുന്നു. എപ്പോഴാണ് അതൊക്കെ സംഭവിച്ചിരുന്നത്?
റഹ്മത്ത്, റഹ്മാനായ റബ്ബിൻ്റെ സ്വർഗത്തെക്കുറിച്ച്, അവൻ നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ റബ്ബിനെ സ്തുതിക്കുകയാണ്. നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതിനെയൊക്കെ എതിർത്ത് ജീവിച്ച മുൻഗാമികളായ സമൂഹത്തെ തകർത്തെറിഞ്ഞ വലിയ വലിയ സങ്കടകരമായ വചനങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കരയുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ ഈ കിതാബ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര തവണ നമുക്ക് കരയാൻ പറ്റിയിട്ടുണ്ട്, എത്ര തവണ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തേ നമുക്കങ്ങനെ സാധിക്കാത്തത്? നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്ത് ഓതുമ്പോഴും നരകത്തിൻ്റെ ഭയാനതകളെ, ഭീകരതകളെ കുറിച്ചുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് ഒരേ ചിന്താഗതിയാണ്, ഒരേ നിലവാരമാണ്. കാരണം നമ്മളെന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താണിപ്പോൾ ഞാൻ പാരായണം ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ ഒരവസ്ഥയിലേക്ക് നമ്മളായിപ്പോയാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല. അതുകൊണ്ട് നന്നായി നമ്മൾ ഈ ഒരു മേഖലയിൽ നന്നായി നമ്മൾ പഠിക്കണം. നമ്മൾ കൃത്യമായി തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ദർസുകളിൽ നമ്മളവിടെ വിദ്യാർത്ഥികളാവണം. കുടുംബസമേതമാണ് മുത്ത മുസ്തഫായുടെ ദർസിൽ അവിടെയുണ്ടായിരുന്ന സ്വഹാബാക്കൾ പങ്കെടുത്തിരുന്നത്. അവിടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഉപ്പയുണ്ട്, ആങ്ങളയുണ്ട്, പെങ്ങളുണ്ട്, ഉപ്പാപ്പയുണ്ട്, പേരക്കുട്ടികളുണ്ട്. എല്ലാവരും ഒതുങ്ങുന്ന സദസ്സായിരുന്നു. മുത്ത മുസ്തഫായുടെ ഖുർആനിൻ്റെ ദർസുകളെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായി തന്നെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. കുടുംബങ്ങളിൽ എന്താണ് പ്രശ്നമുണ്ടാകാൻ കാരണം? എന്താണ് കുടുംബജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്? ബാപ്പ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല, ഒരു വേള മക്കൾ പറയുന്നത് ബാപ്പയും അങ്ങോട്ട് ചെവി കൊടുക്കുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം സംശയമാണ്, അവരടിപിടിയാണ്. ഭാര്യയെ വെട്ടിക്കൊല്ലുന്ന ഭർത്താവുണ്ട്, ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലുന്ന ഭാര്യമാരുണ്ട്. ഉമ്മയെ നിസ്കാരപ്പായയിൽ വെച്ച് പോലും അടിവയറ്റിന് കൊടവാള് കൊണ്ട് കൊത്തിയിട്ട് വെട്ടി നുറുക്കിയ മക്കളുണ്ട്. അതേപോലെയുള്ള നൂറുകൂട്ടം ആളുകൾ ഇന്ന് കുടുംബജീവിതങ്ങളിൽ ഉണ്ടായിത്തീരാൻ, നമ്മുടെ വീടുകളിൽ സംഭവിക്കാൻ. എന്തേ ഉമ്മമാരെ, ഉപ്പമാരെ, ഇത് പെട്ടെന്നങ്ങുണ്ടായ ഒരു രോഗമാണോ? അതിനാ പറയുന്നത് നിങ്ങൾ കുടുംബസമേതം പഠിക്കണം. ബാപ്പ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ബാപ്പ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് മക്കൾ വന്നിട്ടില്ല, മക്കൾക്ക് ട്യൂഷനാണെന്ന് പറഞ്ഞു അവർ വീട്ടിലിരുന്നു. ടീനേജുകാരായ മക്കൾ അവർ പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് കുറേ വേറെ പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മയും ബാപ്പയും ഒക്കെ ഖുർആനും നോട്ട് ബുക്കുമായി ഖുർആൻ ദർസിൽ വന്നു. അവർ ഈ വെളിച്ചം മനസ്സിലാക്കി, ഇരുട്ടിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കി. വീട്ടിൽ പോയിട്ട് പറഞ്ഞു നോക്കുമ്പോൾ കാലം കുറേ കഴിഞ്ഞ് മക്കളൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ബാപ്പ പറയുന്നത് പിന്നെ മക്കൾക്ക് ദേഷ്യമാ വരുന്നത്, ഉമ്മ പറയുന്നതിൽ മക്കൾക്ക് താല്പര്യമില്ല. എന്തേ കാരണം? ബാപ്പയും ഉമ്മയും മനസ്സിലാക്കിയ ആ നൂറ്, ആ പ്രകാശം നമ്മുടെ വീട്ടിലെ അടുത്ത തലമുറയായ നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ പ്രശ്നം തുടങ്ങുകയായി. വിവാഹത്തിൻ്റെ സമയത്ത് പ്രശ്നമാകും. ഇത് പാടില്ല മോനെ എന്ന് പറയുമ്പോൾ ബാപ്പാ നിങ്ങളൊക്കെ തന്ത വൈബിൻ്റെ കാലമാണ്, തള്ള വൈബാണ് നിങ്ങൾക്കൊക്കെ, ഇതൊക്കെ ഞങ്ങളുടെ യുഗമാണ്, ഞങ്ങളുടെ കാലഘട്ടമാണ്. ഇതൊന്നുമില്ലാതെ എന്ത് കല്യാണമാണ്? ഇതൊന്നുമില്ലാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഇനി ഒരേ ബെഞ്ചിലൊന്ന് അടുത്തിരുന്നു എന്ന് വന്നാൽ എന്താണ് ഇപ്പം അതിലൊക്കെ ഒന്ന് പ്രശ്നം? ഒന്ന് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു എങ്കിൽ അതിലൊക്കെ എന്താണ് ഇത്ര പ്രശ്നം കാണാനുള്ളത്? ഇങ്ങനെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉമ്മ പഠിച്ചിട്ടുണ്ട്, ഉമ്മ പഠിച്ചിട്ടുണ്ട്, ഉപ്പ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിലെ മറ്റ് മെമ്പർമാര് പഠിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബജീവിതം നരകം തന്നെ. അവിടെ പിന്നെ പിശാചിൻ്റെ വിളയാട്ടത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ ബാപ്പയെ അനുസരിക്കുന്ന മക്കളുണ്ടാവില്ല. പിന്നെ അവിടെ പ്രശ്നമായി, പിന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമായി, പിന്നെ ലഹരിയുടേതായ ഉപയോഗമായി, അതിന് വേണ്ട പണം ചോദിക്കലായി. പണം കിട്ടില്ലെന്ന് വരുമ്പോൾ അത് നൽകാത്ത ഉമ്മയുടെ ആഭരണങ്ങൾ കൊള്ളയടിക്കലായി.
എല്ലാം തീർന്നവസാനിക്കുമ്പോഴും ലഹരിയുടേതായ ആ വല്ലാത്തൊരു ആർത്തിമൂത്തുകൊണ്ട് അവസാനം ഉമ്മ തടസ്സമാണെന്ന് വരുമ്പോ, ഉപ്പ തടസ്സമാണെന്ന് വരുമ്പോ മക്കള് അതാ കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് പൊന്നാര ഉമ്മമാരെ, നിങ്ങൾ താരാട്ടി വളർത്തിയ അതേ അരുമസന്താനങ്ങളുടെ കൈ കൊണ്ട് വെട്ടേറ്റുകൊണ്ട് നിങ്ങൾ മരിച്ചു പോകേണ്ട ഒരു ദുരന്തത്തിലേക്ക് വഴുതി വീഴുന്നത് ഏതെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയ പ്രകാശം നിങ്ങളുടെ കുടുംബത്തിലെ മെമ്പർമാരും മനസ്സിലാക്കിയിരിക്കണം. അതല്ലാതെ നിങ്ങളവരെ അങ്ങ് അവരുടെ പാട്ടിന് വിട്ടാൽ നിങ്ങൾ പറയുന്ന അനുസരിക്കുന്ന മക്കൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഭാര്യ പഠിക്കാൻ വരുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, ഭർത്താവ് അതിന് തയ്യാറല്ല. മറിച്ചുമുണ്ട്, ഭർത്താവ് പഠിക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് താല്പര്യമില്ല. ആ കുടുംബ ജീവിതത്തിൽ പിന്നെ സംശയങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അതാ ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞു കിടക്കുകയാണ്. രണ്ടാളുകൾ തമ്മിൽ പലപ്പോഴും ഒരു നിലക്കുമുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ മാത്രം മെസ്സേജ് ഭാര്യയ്ക്ക് അയക്കുന്ന ഭർത്താവിന് അയക്കുന്ന എത്രയെത്ര കുടുംബങ്ങളുണ്ട് എന്നുള്ളത് അതിശയോക്തിയായി ആരും കാണല്ലേ. എന്നാലോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ളവളോട്, കിലോമീറ്ററുകൾക്ക് എത്രയോ കാതം അപ്പുറത്തുള്ളവരോട് സംസാരിച്ചിട്ടും മതിവരാത്ത ഭാര്യയാണ്, മതിവരാത്ത ഭർത്താവാണ്. ചാറ്റിങ്ങിലൂടെ ചീറ്റിംഗ് ചെയ്യുന്ന ഭർത്താവാണ്, ഭാര്യയാണ്. അതേ ഈ രൂപത്തിലുള്ള ഒരു തോന്നിയാസത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതം മാറുമ്പോ പിന്നെ അവിടെ ഭർത്താവിന് ഭാര്യയെ സംശയമായി, തിരിച്ചും സംശയമായി. അവർക്കുറക്കം നഷ്ടപ്പെടുകയാണ്. പിന്നെ അത് വേർപിരിയുകയാണ്, ത്വലാഖിലെത്തുന്നു, അടിപിടി കേസിലേക്ക് എത്തുന്നു, കോടതികൾ കയറിയിറങ്ങുന്നു, ഖുൽഇന്റെ മസ്അല പഠിക്കാൻ പിന്നെ വരുന്നു, ഫസ്ഖ് ചെയ്യേണ്ടി വരുന്നു. ഒരു വേള ഒന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ തീർത്ത് കളയാമെന്ന ചിന്താഗതിയിൽ കഷായത്തിൽ വിഷം കൊടുത്തിട്ടോ ഭക്ഷണത്തിൽ വിഷം കൊടുത്തിട്ടോ തൻ്റെ ഭർത്താവിനെ കൊന്നുകളയുന്നു. അതല്ലെങ്കിൽ പാമ്പിനെ വിട്ടുകൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്നു. ഇതൊക്കെ മനുഷ്യർക്കിടയിൽ നിന്ന് സംഭവിക്കുന്ന ഈ കാര്യങ്ങളുടെ അടിസ്ഥാനപരമായ ഒരൊറ്റ കാരണം ധാർമ്മികതയില്ലാതെ പോയി. ഇന്ന് ലോകത്ത് ആരാ ധാർമ്മികത വേണ്ടെന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ലഹരിയുടേതായ അതിപ്രസരമുണ്ട് യപ്പോ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരുമൊക്കെ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളെ മുഴുവനും വിളിച്ചുകൂട്ടിയ യോഗത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വരെ പറഞ്ഞു, ഈ കാര്യത്തിൽ നിങ്ങളുടെയൊക്കെ സഹായം വേണം. മതസംഘടനകളായ നിങ്ങളുടെയൊക്കെ ധാർമ്മിക ഉപദേശങ്ങളുള്ള അത്തരത്തിലുള്ള സഹായം സർക്കാരിന് വേണം. രാജ്യത്ത് നിന്ന് ലഹരിയെ തുരത്താനെന്ന് രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്നുവെങ്കിൽ അതേ ആ ധാർമ്മികതയുടെ മാനദണ്ഡം എന്താണ്? ആര് പറഞ്ഞാലാണ് കേൾക്കുക? ആര് പറഞ്ഞാലാണ് കേൾക്കുക? ഏതെങ്കിലും ഒരു ജില്ല പറഞ്ഞാൽ അപ്പുറത്തെ ജില്ലക്കാർക്ക് സ്വീകാര്യമാകുമോ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഭരണാധികാരി പറയുന്നത് അപ്പുറത്തെ സ്റ്റേറ്റുകാർക്ക് സ്വീകാര്യമാകുമോ? കാരണം മനുഷ്യനെന്ന ജീവിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു വീട്ടിൽ 4 മെമ്പർമാരുണ്ടെങ്കിൽ 4 അഭിപ്രായങ്ങളാണ് പലർക്കും ഉണ്ടാവുക. ഞാൻ നന്മയായി കാണുന്നത് വേറൊരാൾക്ക് തിന്മയാണ്, അയാൾ നന്മയായി കാണുന്നത് എനിക്ക് തിന്മയാണ്. അതുകൊണ്ട് ഇവിടെ ഒരാൾക്കും ധാർമ്മികത എന്താണെന്ന് നിർണയിക്കാനാവില്ല. അത് മനുഷ്യനെന്ന ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സൃഷ്ടാവായ റബ്ബാരുണ്ടോ? വലഖദ് ഖലഖ്നൽ ഇൻസാൻ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. കേൾക്കാനുള്ള കാത് നൽകുകയും കാണാനുള്ള കണ്ണ് നൽകുകയും ചെയ്തുകൊണ്ട് നമ്മളെ അതാ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സിക്താണ്ഡമായി രൂപപ്പെട്ട് ഒരു മനുഷ്യ കുഞ്ഞാക്കിയിട്ട് ഇവിടെ മനുഷ്യനെന്ന പ്രോഡക്റ്റിൻ്റെ പ്രൊഡ്യൂസറായ റഹ്മാനായ റബ്ബില്ലേ, അവന് മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുന്ന അന്തിമ വാക്ക് പറയുവാൻ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. അതുകൊണ്ട് ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുവാനും തീരുമാനിക്കുവാനും കെൽപ്പുള്ള സ്രോതസ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു മാത്രമാകുന്നു. ആ രൂപത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ
ആ ഒരു അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് അതിനുള്ള മാർഗം. അപ്പോൾ ബാപ്പയാരെന്ന് മക്കൾ മനസ്സിലാക്കും. അതല്ലെങ്കിൽ ബാപ്പയോട് താല്പര്യമില്ല. പ്രായമായുന്നതിനെ ഒക്കെ ഇന്നത്തെ ഒരു ജനത, അവർ ഖുർആൻ പഠിച്ചവരല്ല, ഹദീസ് പഠിച്ചവരല്ല. അവർ പലപ്പോഴും വീട്ടിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ ഉപയോഗം കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം പിന്നെ മൂലക്കാണ്, അല്ലെങ്കിൽ ആക്രി കച്ചവടക്കാർക്കാണ്. ഏത് വസ്തുവും അങ്ങനെയാണ്. യൂസ് ആൻഡ് ത്രോ എന്നുള്ള നിയമമാണ് നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും പഠിക്കുന്നത്. അതാണ് അവർ കണ്ട് വളരുന്നത്. ഉപയോഗിക്കുക, വലിച്ചെറിയുക. പുതിയത് വാങ്ങുക, ആവശ്യം കഴിഞ്ഞോ ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഡ്രസ്സാണെങ്കിൽ അത് ഒഴിവാക്കി, പാത്രമാണെങ്കിൽ പുതിയത് വാങ്ങി, ഫർണിച്ചറാണെങ്കിൽ പുതിയത് വാങ്ങി. ഈ യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള ആ തത്വബുദ്ധി അള്ളാഹു വളരെ കൃത്യമായി നമ്മൾ പരിപാവനമായി കാണണമെന്ന് പറയുന്ന ബന്ധങ്ങളുടെ കാര്യത്തിലും ഈ തലമുറ കൈക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ബഹുമാനം ആരോട് വേണം? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കഴിച്ചാൽ ആ റബ്ബിനോടുള്ള കടമകൾ പറയുന്നിടത്ത് ചേർത്ത് പറയുന്നുണ്ട്, അനിഷ്കുർലീ, സൃഷ്ടാവായ എന്നോട് നീ നന്ദി കാണിക്കണം. മനുഷ്യനോടുള്ള കൽപ്പനയാണ്. ഉടനെ പറയുന്നു, വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കളോടാണ് നിനക്കുള്ള അടുത്ത നന്ദിയുടേതായ ബാധ്യതയുള്ളത്. ആ ബാധ്യതയൊക്കെ പലപ്പോഴും നല്ല കയ്യൂക്കും മെയ്യൂക്കും നല്ല ശക്തിയുമൊക്കെയുള്ള കാലത്ത് മക്കൾ പാലിക്കും. ആരാണ് നല്ല തണ്ടും തടിയും കാണാൻ നല്ല രൂപത്തിലുള്ള ആരോഗ്യവുമുള്ള ബാപ്പമാരോട് ആരും എതിരിടാൻ പോകൂല. കാരണം ബാപ്പാക്ക് നല്ല കരുത്തുണ്ട്, ബാപ്പ ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മക്കളൊക്കെ ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കും. മക്കളൊക്കെ നല്ല അനുസരണമുള്ള കുട്ടികളായിട്ട് അങ്ങനെ വളരും. അങ്ങനെ അവരുടെ ടീനേജ് പിന്നിട്ട് ഇവർക്കിങ്ങനെ ടീനേജും യൗവനവുമൊക്കെ വരുംതോറും ബാപ്പയാണെങ്കിൽ ജരാനരകൾ ബാധിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഓജസ്സും തേജസ്സും ഒക്കെ വറ്റി വരണ്ടുകൊണ്ട് കൂനിക്കൂടി നടക്കുന്നവരു ഏറ്റവും വലിയ ഒരു പ്രായാധിക്യത്തിലെത്തുമ്പോൾ ഖുർആൻ അവിടെ ഇടപെടുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, മൂലയിലേക്ക് മാറ്റിവെക്കുന്നവരെ പ്രായം വരുന്നു. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ എന്ന പേരിലുള്ള സൂറത്തിൽ വ്യക്തമായി പറയുന്നു, പ്രായാധിക്യം ബാധിച്ച ഉമ്മയുണ്ടോ നിന്റെ വീട്ടിൽ? ഉപ്പയുണ്ടോ നിന്റെ വീട്ടിൽ? അതോ രണ്ടാളും നിന്റെ വീട്ടിൽ അങ്ങനെ പ്രായമുള്ളവരാണോ? എങ്കിൽ മോനെ, മോളെ, മക്കളെ, ഉപ്പയോടും ആ ഉമ്മയോടും നിങ്ങൾ ഛേ എന്ന ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകല്ലേ. ഛേ എന്ന വാക്ക് നീരസം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു നേരിയ ഒരു നിലപാട് മാത്രമാണ്. അതുപോലും പാടില്ലെന്നാ പറയുന്നത്. കാരണം അവർക്കിപ്പോൾ കിട്ടേണ്ടത് പരിഗണനയുടെ പ്രത്യേകമായ കാലത്താണ് അവർ ജീവിക്കുന്നത്. ഇനി ബാപ്പയോടെന്ത് മുഷാവറ നടത്താനാ, ഉമ്മക്കെന്ത് ലോകം തിരിയാനാ? അവരൊക്കെ തന്തവൈബിൻ്റെയും തള്ളവൈബിൻ്റെയും കാലത്തല്ലേ ഉള്ളത്. ഞങ്ങളല്ലേ ഒക്കെ പഠിച്ചവര്. അതുകൊണ്ട് ബാപ്പയോട് പറയേണ്ട കാര്യമെന്താണ്? ഉമ്മയോട് പറയേണ്ട കാര്യമെന്താണ്? മക്കളതാ അവർ സ്വന്തമായി സ്ഥലം വാങ്ങുന്നു, വീടെടുക്കുന്നു, ബിസിനസ് തുടങ്ങുന്നു. അയൽക്കാരില്ലെന്ന് പ്രായമായ ഉപ്പ അറിയുന്നു, ഉമ്മ അറിയുന്നു. ആ ഉമ്മയുടെ കണ്ണുനീര് വീഴേടത്ത് നിങ്ങളുടെ എത്ര ആയിരം ദിർഹമുകൾക്കും ദീനാറുകൾക്കും എത്രയോ കോടികൾക്കും ഒരു വിലയും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിലില്ല. മറിച്ച് നിന്റെ കോടികൾ വേണ്ട, ഒരന്വേഷണം നിന്റെ ഉപ്പയോട് ചോദിക്ക്. ഏതൊരു കാര്യത്തിന് നീ ഒരുങ്ങുമ്പോഴും ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഉപ്പയോടൊരു വാക്ക്, ഉമ്മയോടൊരു വാക്ക്, അവർക്കത് മതി. പരിഗണനയുണ്ടോ? അവർക്ക് വലിയ സന്തോഷമാണ്. ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ അങ്ങേ തലക്കൽ ഉമ്മയാണ് ഫോൺ എടുത്തതെങ്കിൽ, ഉപ്പയാണ് ഫോൺ എടുത്തതെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ ആളുകളില്ലേ? എന്തേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? അവഗണിക്കുന്നു. അതുകൊണ്ട് ബാപ്പയോ ഉമ്മയോ നമ്മുടെ കാരണത്താൽ കരയേണ്ടി വന്നാൽ ദുന്യാവിൽ വെച്ച് നമ്മളും കരഞ്ഞിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് ജീവൻ പോകൂല. ഇത് വരമ്പത്ത് നിന്ന് കൂലി കിട്ടുന്ന കേസാണെന്ന് സർവരും പഠിച്ചേക്കണം.
അതേ അവസരത്തിൽ ബാപ്പ കൽപ്പിക്കുന്നു, ഉമ്മ ഒരു കാര്യം കൽപ്പിക്കുന്നു, അതെൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്. എൻ്റെ ബാപ്പയോ എൻ്റെ ഉമ്മയോ എന്നോട് പറയുന്നുണ്ട്, നീ അജ്മീറിൽ പോയിട്ട് ജാറം മൂടണം, ഭീമാ പള്ളിയിൽ പോയിട്ട് നീ ചന്ദനക്കുടവുമായിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തും നീ തവാഫ് ചെയ്യണം, അവിടെയുള്ള ഉറൂസിൽ നീ പോയി പങ്കെടുക്കണം, അവിടെ ജാറം മൂടണം, അവിടേക്ക് നീ നേർച്ച നേരണം എന്ന് പ്രായമായ ഉമ്മ പറയുന്നുണ്ട്, ഉപ്പ പറയുന്നുണ്ട്. പക്ഷേ നീ എങ്ങാനും അത് അംഗീകരിച്ചില്ലെങ്കിൽ നീ എൻ്റെ മോനല്ലടാ, നീ എൻ്റെ മോളല്ലടാ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അനുസരിച്ചു കൊടുക്കരുത്. ഉമ്മയൊക്കെ തന്നെയാണ്, ഉപ്പയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഉമ്മാനെയും ഉപ്പാനെയും പടച്ച ഏകനായ റബ്ബുൽ ആലമീൻ ഉണ്ടല്ലോ, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചുകൂടാ. അക്കാര്യത്തിൽ നമുക്ക് വേറെയാണ് നയം. അതേ അവസരത്തിൽ അവരോടുള്ള ഭൗതികമായ ലോകത്തുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഇടപാടുകളും ഇടപെടലുകളും നല്ല നിലക്കുള്ള സൗഹാർദ്ദങ്ങളുമൊക്കെ തുടരുകയും വേണം. അള്ളാഹുവിൻ്റെ മീതെ ഒരാളെയും നമ്മൾ പ്രതിഷ്ഠിക്കുന്നില്ല, അവനാണ് നമ്മുടെ സ്രഷ്ടാവ്. ആ നിലക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം വിശുദ്ധ ഖുർആനാ നമ്മോട് പറയുന്നത്, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലക്ക് സഹവസിക്കണേ. നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുന്നത് പുറത്തൊക്കെ നല്ല പെരുമാറ്റമാണ്, വീട്ടിൻ്റെ അകത്തെത്തിയാൽ ഭാര്യയോട് കടിച്ചു കീറാൻ വരുന്ന സിംഹത്തെ പോലെയാണെങ്കിൽ നിങ്ങൾ ഉത്തമനല്ലടോ. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നോ തൻ്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവൻ മാത്രമാണ്. ലോകത്തിൻ്റെ നേതാവിന് പറയാനുള്ള കുടുംബത്തോടുള്ള സന്ദേശമാണത്. ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്ക്, ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെയൊക്കെ പറയുന്നു, ഏതൊക്കെ പ്രശ്നങ്ങളുടെ പേരിൽ നിന്ന് കൗൺസിലർമാരെ ആളുകൾ സമീപിക്കുന്നു, മനഃശാസ്ത്ര ഡോക്ടർമാരെ സൈക്കോ രോഗവുമായി കൊണ്ട് പലരും ചെന്ന് കാണുന്നു. പ്രശ്നത്തിൻ്റെ ഒക്കെ നിങ്ങളൊരു കടലാസിൽ എഴുതി വെച്ച് നോക്ക്. ആ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം ഈ ഗ്രന്ഥത്തിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, മുത്ത മുസ്തഫ പഠിപ്പിച്ച ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് അത് കേവലം ഒരു പാരായണത്തിനുള്ള ഗ്രന്ഥമാക്കി ഇനി ആരെങ്കിലും മരണപ്പെട്ടാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് പോയിട്ട് പറഞ്ഞു കൊടുക്കൂല എന്താണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന്. മരിച്ചു കിടക്കുമ്പോൾ മയ്യത്തിൻ്റെ അടുത്തിരുന്നിട്ട് പറയാണ്, ലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തോടടുക്കല്ലേ, ലാ തഅകുലു റിബാ, പലിശ തിന്നല്ലേ. പലിശയിൽ ജീവിതത്തെ ഒട്ടാകെ കല്യാണത്തിൻ്റെ ആർഭാടത്തിന് വേണ്ടി, വീടിൻ്റെ മോടി കൂട്ടാൻ വേണ്ടി അങ്ങനെ ബാങ്കുകാരെ സമീപിച്ച് വട്ടിപ്പലിശക്ക് പണമെടുത്ത് പതിനായിരങ്ങളും ലക്ഷങ്ങളും കടക്കണിയിൽ വന്ന് വീട് ജപ്തിയിലുമായി കൊണ്ട് തെണ്ടാൻ നടക്കുന്ന ആ സമയത്ത് പോലും ഈ മുസ്ലിയാർ പോയിട്ട് പറഞ്ഞില്ല, പലിശ പാടില്ലാത്തതല്ലേ, ഇതൊരിക്കലും നമുക്ക് പറ്റാത്തതല്ലേ എന്ന് പറഞ്ഞില്ല. മരിച്ചു കിടക്കുമ്പോഴാ പിന്നെ ഓതുന്നത് അവിടെ വെച്ചിട്ട്, നിങ്ങൾ പലിശ തിന്നല്ലേ, അത് റബ്ബിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇതിനുള്ളതാണോ ഈ ഗ്രന്ഥം? അതുകൊണ്ടാ പറയുന്നത്, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്, നമ്മൾ പഠിക്കാനുള്ളതാണ്, നമുക്ക് അർത്ഥം ഗ്രഹിക്കാനുള്ളതാണ്, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ആ നിലക്കുള്ള പാരായണം വർദ്ധിപ്പിക്കണമെന്ന് മുത്ത മുസ്തഫ പറഞ്ഞില്ലേ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമതാ, അവിടെ ഡാൻസുകളാണ്, അവിടെ കോമഡികളാണ്, അവിടെ മ്യൂസിക്കുകളാണ്. മറിച്ച് മുത്ത മുസ്തഫ പറഞ്ഞില്ലേ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വീട്ടിൽ മുടക്കല്ലേ. ശൈത്താൻ ഇറങ്ങിയോടും അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ വീട്ടിലേക്ക് കയറുമ്പോൾ പോലും കുടുംബത്തിലെ മെമ്പർമാർ മുഴുവനും ബിസ്മില്ല ചൊല്ലിയിട്ട് കയറണമെന്നല്ലേ പറയുന്നത്. അങ്ങനെ എവിടെയാ നിർദ്ദേശങ്ങൾ പറയാത്തത്? ഉണർന്നെഴുന്നേൽക്കുന്ന നേരം തൊട്ട് റബ്ബിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എഴുന്നേൽക്കുന്നത്. അൽഹംദുലില്ലാ. തുടർന്നുകൊണ്ടുള്ള എത്ര ദിക്റുകളാണുള്ളത്. പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ചൊല്ലാനും പറയാനും ഇരക്കാനുമുള്ള ദുആകളുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഉറങ്ങും മുമ്പ് അവസാനം ഒഴിഞ്ഞിരിക്കേണ്ട പദം പോലും മുത്ത മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട്.
സ്വർഗത്തെ ഇൻഷൂർ ചെയ്യാൻ വേണ്ടി പകൽ സമയത്ത് ഒരു തവണയെങ്കിലും രാത്രി സമയത്ത് ഒരു തവണയെങ്കിലും പറയേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ചു തരുന്നത് എന്തിനാണെന്നോ? ശാന്തി നേടാനാണ്, പരലോകത്ത് രക്ഷപ്പെടാനാണ്. അതേ അവസരത്തിൽ കാപട്യവുമായി നമ്മൾ കൊണ്ടു നടന്നാലോ? ചില സഹോദരിമാരതാ വിവാഹത്തിന് വേണ്ടി അവർക്കൊരു പ്രത്യേക ഡ്രസ്സാണ്, അതിലവർക്ക് സാരിയുണ്ട്, ചുരിദാറുണ്ട്. ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ പ്രകടമാകുന്ന നിലക്ക് നഗ്നതകൾ അന്യാണുങ്ങളുടെ കണ്ണുങ്ങൾക്ക്, അവരുടെ കണ്ണുകൾ കൊണ്ട് കഴുകക്കണ്ണുകൾക്ക് കൊത്തിവലിക്കാൻ പാകത്തിൽ അങ്ങനെ ഡ്രസ്സും ധരിച്ച് അവരങ്ങനെ പലയിടങ്ങളിലേക്കും കറങ്ങുന്നു. എന്നാലോ ഖുർആൻ ക്ലാസ്സിന് വരാൻ മാത്രം ഒരു പർദ, എപ്പോഴെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ അയയിൽ തൂക്കിയിട്ടുള്ള ഒരു പർദ. ഇങ്ങനെ പടച്ച റബ്ബിനെ പറ്റിക്കുന്ന ജീവിതമാണോ? റഹ്മാനായ റബ്ബല്ലേ വിവാഹ മണ്ഡപത്തിലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പാർക്കിലും വിനോദസഞ്ചാര വേളകളിലും നിങ്ങളെ കാണുന്നത് ആ റബ്ബല്ലയോ? പള്ളികളിലും നിങ്ങൾ ഉറങ്ങുന്നിടത്തും നിങ്ങളുടെ വീട്ടിലും അതേ സർവ്വജീവിതത്തിലും ആ റബ്ബ് എന്നെ കാണുന്നു, കേൾക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന ചിന്തയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് നരകമായി മാറും, അവിടെ സമാധാനമുണ്ടാകില്ല. അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കണം, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വേഷം ധരിച്ച് പുറത്തിറങ്ങരുത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ആ ചിന്ത വേണം. വിവാഹത്തിൻ്റെ ദിവസം റബ്ബ് തരുന്ന നിഅമത്താണ്. തൻ്റെ മകൾക്കൊരു പുതിയാപ്പള, മകനൊരു പുതുപെണ്ണ്, അത് റബ്ബ് തരുന്ന നിഅമത്താണ്. ഏറ്റവും റഹ്മാനായ റബ്ബിനോട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടന്ന് ശുക്ർ പറയേണ്ട ദിവസം, ആ റബ്ബിന് വെറുപ്പുള്ള വേഷം ധരിച്ച് ഡാൻസും ആടിപ്പാടലും തുള്ളലുമൊക്കെ വേദികളിൽ വെച്ച് നടന്ന് പുകയിട്ട് DJ പാർട്ടികളുമൊക്കെ നടത്തിയിട്ട് ധാരാളക്കണക്കിന് തടിച്ചുകൂടിയിട്ടുള്ള ആണുങ്ങൾക്ക് കണ്ടോ എൻ്റെ പൊന്നുമോളുടെ സൗന്ദര്യം കണ്ടില്ലേ, അവളുടെ ആഭരണം കണ്ടില്ലേ, അവളുടെ ശരീരത്തിൻ്റെ മിനുമിനുപ്പ് കണ്ടില്ലേ, ലക്ഷങ്ങൾ വിലയുള്ള പുട്ടിയടിച്ച് അന്നത്തെ ളുഹുർ നമാഅത്ത് നിസ്കാരമില്ല, അസർ നിസ്കാരം പുതിയോട്ടിക്കില്ല. അവളെങ്ങനെ ളുഹറിന് ഉളുവെടുക്കാനാ, അവളെങ്ങനെ അസറിന് ഉളുവെടുക്കാനാ? എല്ലാം കഴിഞ്ഞ് മഗ്രിബിന് പറ്റുമോ പുതുക്കപ്പെണ്ണിനെ കാണാൻ ആളുകൾ വരുമ്പോൾ ഈ അടിച്ച പുട്ടിയൊക്കെ ഉളുവെടുത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ മുഖം കാണാൻ എന്ത് ഭംഗിയാണ് ഉണ്ടാവുക? അതുകൊണ്ട് അന്നത്തെ ളുഹർ നിസ്കാരമില്ല, അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല. എന്ത് ബറക്കത്താ പിന്നെ ആ ജീവിതത്തിൽ ഉണ്ടാവുക? ബറക്കത്ത് നഷ്ടപ്പെടില്ലേ? ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലെ കല്യാണം തീരുമാനിക്കേണ്ടത് ഈവന്റ് മാനേജ്മെന്റുകളല്ല. നിങ്ങൾ ഇത്ര ലക്ഷം തന്നാ മതി, നിങ്ങളുടെ കല്യാണം ഞങ്ങൾ പൊടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈവന്റ് മാനേജുകൾ നിങ്ങളെ സംഘടിക്കുമ്പോൾ, നിങ്ങളെ സമീപിക്കുമ്പോൾ പറയാനുള്ള നട്ടെല്ലും ആർജവവും പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ഉമ്മമാരെ, ഉപ്പമാരെ നിങ്ങൾക്കുണ്ടാകണം. ഞാൻ വളർത്തിയ മോളാണ്, ഞാൻ വളർത്തിയ മോനാണ്, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ ദിവസത്തിൽ എന്ത് നടക്കണം എന്നുള്ളതിന് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. അത് നിങ്ങളുടെ മാനേജ്മെന്റ് തീരുമാനിക്കേണ്ടതല്ല. മറിച്ച് ഇന്നത്തെ ദിവസം റഹ്മാനായ റബ്ബിന് പൊരുത്തമില്ലാത്തതൊന്നും ഞങ്ങളിവിടെ ചെയ്യൂല എന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ നിസ്കാരത്തിൽ പറയുന്നതിന് ആത്മാർത്ഥതയുണ്ട്. 5 നേരം നിസ്കാരത്തിൽ എന്താ പറയുന്നത്? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, ഇനി ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മരണവുമൊക്കെ റബ്ബുൽ ആലമീനെ തൃപ്തിപ്പെടുന്ന നിലയ്ക്കേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇത് 5 നേരം കൈകെട്ടി നിന്നിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ മനസാക്ഷി കുത്തില്ലേ? ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, അള്ളാഹിനോട് ഒരു ഭാഗത്തത് പറയുക, നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുക, അവരവർക്ക് തോന്നിയ എല്ലാ തോന്നിവാസങ്ങളിലും ഏർപ്പെടുക. റഹ്മാനായ റബ്ബിന് ഇത്ര വെറുപ്പുള്ള കാര്യം വേറെയുണ്ടോ? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ കോപത്താൽ അതികഠിനമായ സംഗതിയാണ്. അൻ തഖൂലൂ, നിങ്ങൾ പറയാൽ, മാ ലാ തഫ്അലൂ, നിങ്ങൾ ചെയ്യാനൊരുക്കമില്ലാത്തത്. നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്ഥാപനം ദാറുൽ അർഖം, അതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി അവിടെ നിന്ന് ഉയർന്ന പ്രകാശം
ഈ രാജ്യത്തുള്ള ഈ ഒറ്റൂരും അതേപോലെ തന്നെ തുടർന്നുള്ള പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആർക്കും കയറി വന്ന് എപ്പോഴും ദീന് പഠിക്കാനും മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ തീർക്കാനും ഇത് കാരുണ്യത്തിൻ്റെ മതമാണോ അതോ ഭീകരതയാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരാളെയും ഉപദ്രവിക്കുക എന്ന നിയ്യത്തോടെ ഒരു പള്ളിയിലും ഒരു മുട്ടുസൂചി പോലും സൂക്ഷിച്ചു വെക്കാറില്ല. ഇസ്ലാമിൻ്റെ കാരുണ്യം മനുഷ്യരോട് മാത്രമല്ല, അത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല. അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് ആഹരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അവൻ്റെ ജാതി നോക്കേണ്ടതില്ല, മതം നോക്കേണ്ടതില്ല. ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്നത് ഏത് മതക്കാരനാണെങ്കിലും നീ അയാളുടെ അയൽവാസിയാണോ? നിനക്കയാളോട് കടമയുണ്ട്, ജന്തുക്കളോട് കടമയുണ്ട്, പട്ടിയോടും പൂച്ചയോടും കടമയുണ്ട് എന്ന് വരെ പഠിപ്പിച്ച ഇസ്ലാമാണ്. കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര നന്മകളുടെയും കാരുണ്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം അത് നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും തയ്യാറാകുന്ന പക്ഷം തെറ്റിദ്ധാരണകൾ മാറും, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുള്ള ഒരു നിമിത്തമായി ഈ ഒരു സ്ഥാപനം ഈ രാജ്യത്ത് പരിലസിക്കട്ടെ, ഇത് ഉയർന്നു വളർന്നു വരട്ടെ. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സ്ഥാപനം നിങ്ങളുടേതാണ്. നിങ്ങളാണ് ഇതിൻ്റെ സംരക്ഷകരാവേണ്ടത്, നിങ്ങളാണ് ഇവിടെ ഓടിയെത്തേണ്ടത്, നിങ്ങളാണിത് വീഴുമ്പോൾ അതേ ഇതിനെന്തെങ്കിലും ഒരു ക്ഷീണം വരുമ്പോൾ ആ ക്ഷീണം തീർക്കാൻ ഓടിയെത്തേണ്ടവർ നിങ്ങളാണ്. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കാലശേഷം അടുത്ത തലമുറയാണ്. അതിനനുസൃതമായ നിലക്കുള്ളൊരു പാകപ്പെടുത്തൽ രാജ്യത്തും പരിസരങ്ങളിലും ഉണ്ടായാൽ റഹ്മാനായ റബ്ബിൻ്റെ ഓഫറാണ്. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, റബ്ബ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അവിടെ ആരെയും ഭയപ്പെടേണ്ടി വരില്ല. കാരണം ഭയപ്പെടുത്തേണ്ട ഒരു പ്രശ്നവും ഇതിലില്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണങ്ങളോടെ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കണേ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഈ ഒരു സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചതെന്താണോ അതിനേക്കാളും അപ്പുറമുള്ള പുരോഗതിയിലേക്ക് റബ്ബിതിനെ വളർത്തുമാറാകട്ടെ, ഉയർത്തുമാറാകട്ടെ. ഉസ്താദുമാർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലായിടങ്ങളിലേക്കും ഇതിൻ്റെ പ്രബോധനം എത്തിക്കുവാനുള്ള ബാധ്യത, അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ വേറെ ആരാ ഉള്ളത്? സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം, പറയുന്നവൻ്റെ ജീവിതത്തിൽ ഇത് വേണം. ഞാനൊരു മുസൽമാനാണെന്ന് പറയുന്ന വിധത്തിൽ അങ്ങനെ തന്നെ ജീവിച്ച് മാതൃകയുമാവണം അവനാണ് ഏറ്റവും നല്ലവൻ. ആ നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനൊരു നിമിത്തമായി ഈ ദാറുൽ അർഖം സ്ഥാപനങ്ങളെ അള്ളാഹു ആ നിലക്ക് തന്നെ ഉയർത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ്, ഇവിടെ കൂടിയ ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ, പലരും പ്രയാസമുള്ളവരുണ്ട്, രോഗികളുണ്ട്, ആസ്പത്രികളിലുള്ളവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവർ അല്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.